തലശ്ശേരിയിലെ വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം വിദഗ്ധ സംഘം സന്ദർശിച്ചു. സ്റ്റേഡിയത്തിൽ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറും സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ് IAS ഉൾപ്പെടെയുള്ള സംഘം സന്ദർശിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ സ്പോർട്സ് കേന്ദ്രം ആവാൻ ഒരുങ്ങിയിരിക്കുന്ന തലശ്ശേരിയിലെ വി.ആർ. കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം വിദഗ്ധ സംഘം സന്ദർശിച്ചു. സ്പീക്കർ എൻ ഷംസീർ, സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ് IAS ഉൾപ്പെടെയുള്ളവരാണ് സ്ഥലം സന്ദർശിച്ചത്. സ്റ്റേഡിയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച ജിം ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് വിഷ്ണുരാജ് IAS പറഞ്ഞു. ഇവിടെ ഗ്രാസ് റൂട്ട് ലെവൽ ഫുട്ബോൾ കോച്ചിംഗ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉൾപ്പെടെയുള്ള ഗോൾ പദ്ധതി ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് നമ്മളിവിടെ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെതായിട്ടുള്ള നടപടികൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തലശ്ശേരി സ്റ്റേഡിയത്തിൽ ഒരു നവീകരിച്ച ജിമ്മ് ഉടനെ തന്നെ നിർമ്മിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി ഓൾറെഡി ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓണത്തിന് മുൻപ് സ്റ്റേഡിയത്തിൽ സ്പോർട്സ് ആരംഭിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീറും കൂട്ടിച്ചേർത്തു. ഇന്ന് ഇവിടെ കായിക വകുപ്പിൻ്റെ ഡയറക്ടർ വിഷ്ണു IAS ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ സ്പോർട്സ് കോംപ്ലക്സ് പൂർണ്ണമായും പരിശോധിച്ചു. തുടർന്ന് ഇവിടെ സ്പോർട്സ് ഓണത്തിന് മുമ്പായി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഫുട്ബോൾ സ്റ്റേഡിയം ഉപയോഗപ്പെടുത്തി ഗോൾ പദ്ധതി നടപ്പിലാക്കും. ബാസ്കറ്റ്ബോൾ പരിശീലനത്തിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി കിഡ്സ് പ്രോഗ്രാമും സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നുണ്ട്. ഇതിനായി MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ CEO ഡോക്ടർ K. അജയകുമാർ, സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ SK, സ്റ്റേഡിയം മാനേജർ S. മിഥുൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.